ഹായ്. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മേനും ട്രെയിനിൽ കയറ്റി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമുക്കറിയാം നമ്മൾ രാവിലെ ഇറങ്ങിയത് പിള്ളേർക്കൊക്കെയാണെങ്കിൽ വിശന്ന് തുടങ്ങി, ഉച്ച നേരമായി തുടങ്ങിയില്ല. പിന്നെ വെയിലും കൊണ്ട് ആകെ വയ്യാതായിട്ടോ. പിന്നെ നമ്മൾ എത്തിയത് സെക്കന്ദരാബാദാണ് കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ സെക്കന്ദരാബാദിലാണെങ്കിൽ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, പാരഡൈസ് എന്ന് പറഞ്ഞാൽ പാരഡൈസ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുന്നത് പാരഡൈസിൽ അടിപൊളിയാണ്. ഇവിടെ ഉള്ളവരാണെന്നുവെച്ചെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടേക്ക് എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വരില്ല, അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ കയറാമെന്ന് വെച്ച് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കയറി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഫേമസ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തെലുഗു ആക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്, അവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അങ്ങോട്ട് ആവുന്നുള്ളൂ, ഉച്ചയുടെ ടൈം, അതായത് ഫുഡിൻ്റെ ടൈം അങ്ങോട്ട് ആവുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ സീറ്റൊക്കെ കാലിയായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റിയൊരു സൈഡ് സീറ്റിൽ പോയിരുന്നു കേട്ടോ. മക്കൾക്ക് അവിടെ പോയാൽ മതി പറഞ്ഞിട്ട് സൈഡ് സീറ്റിൽ പോയി ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് മക്കളാണെങ്കിൽ അവിടെ കണ്ടൊരു ബേബി സിറ്റർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ സീറ്റും കൊണ്ടുവന്നിരുന്നു കേട്ടോ. ദച്ചൂസിനും ധ്രുവയ്ക്കും അങ്ങനത്തെ മതി പറഞ്ഞ് രണ്ടുപേരും അങ്ങനത്തെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അവിടെ നമ്മളാണെങ്കിൽ എന്നിട്ട് സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നതിന് ശേഷം മെനു കാർഡൊക്കെ വലിയ കാര്യമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളെവിടെ പോയാലുള്ള പണിയാണ്, മെനു കാർഡൊക്കെ അത്ര ഇതായി നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്യും ചിക്കൻ ബിരിയാണി. ഇത് തന്നെയാണ് എവിടെ പോയാലുള്ള അവസ്ഥ കേട്ടോ. നമുക്കറിയാം ഓൾറെഡി ഇതായിരിക്കും ബുക്ക് ചെയ്യുക, പക്ഷെ നമ്മളെൻ്റെ നോക്കിയപ്പോൾ സ്റ്റാർട്ടേഴ്സൊക്കെ ഉണ്ട് കുറച്ചുകൂടെ. അപ്പോൾ സ്റ്റാർട്ടർ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടർ ബുക്ക് ചെയ്തു കേട്ടോ. സ്റ്റാർട്ടർ ഓർഡർ ചെയ്ത് കൊടുത്തത് നമ്മൾ ചിക്കൻ ലോലിപോപ്പ് ആയിരുന്നു. അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ലോലിപോപ്പൊക്കെ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ഫ്രൈഡ് പീസൊക്കെ അവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. ജസ്റ്റ് അങ്ങനെ ബിരിയാണിയിലുള്ള പീസസ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ ഇവർ കഴിച്ചു തുടങ്ങി. ഇവിടെ പുതിന ചട്നി ആയിരുന്നു കേട്ടോ കൊടുത്തത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുതിന ചട്നിയും ചിക്കൻ ലോലിപോപ്പ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബിരിയാണി, ഞാൻ പറഞ്ഞല്ലോ ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു ബിരിയാണിയാണ് പറഞ്ഞത്, 2 ബിരിയാണി മേടിച്ച പിള്ളേരത് വേസ്റ്റ് ആക്കുള്ളൂ, അവരങ്ങനെ കഴിക്കലൊന്നുമില്ല. അപ്പോൾ ഒരു ബിരിയാണി മേടിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞിരുന്നു റൈസ് ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഇതിലാണെങ്കിൽ 4 പീസ് ഉണ്ടാവും എന്നും പറഞ്ഞു കേട്ടോ ചിക്കൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ ഷെയർ ഇട്ട് നമ്മളെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നമ്മൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ വിശപ്പ് അങ്ങോട്ട് മാറാത്ത പോലെ തോന്നിയിട്ട് നമ്മൾ ചില്ലി പനീറും കൂടെ നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. ചില്ലി പനീറും അടിപൊളിയായിരുന്നു, പക്ഷേ പിള്ളേർ കഴിച്ചില്ല കേട്ടോ. അവർക്ക് ഈ ചില്ലി പനീർ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഈ വെജീസൊക്കെ ഉള്ള കൂടുതൽ സാധനങ്ങളൊന്നും അവർക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. നോണൊക്കെ കഴിക്കും, എന്നാലും പനീർ ഇപ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്ത് നോക്കിയാണെന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കും. അല്ലാണ്ട് ഈ ക്യാപ്സിക്കം എല്ലാം കൂടെ മിക്സിങ് അങ്ങനെ വരുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല കേട്ടോ, അവരങ്ങനെ കഴിക്കില്ല. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.